ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങളെന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഈ ഒരു പലഹാരം പൊരിത്തലട. എല്ലാ ഹോട്ടലുകളിലും വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന സാധനം. ഞങ്ങൾ ടൂറിന് പോകുന്നുണ്ട്. നാളെ 5-ാം തീയതി കക്കാടംപൊയി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കോഴിക്കോട് അടുത്താണ് ടൂർ പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ ഇത് പാകം ചെയ്തിട്ട് കൊണ്ടുപോകണം. അതാണ് ഈ സാധനം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാൻ പോകും. വാഴ കറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വാഴല നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ചുടാൻ ഉപയോഗിക്കുന്ന മാവ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഈ ഇലയിൽ വെച്ചിട്ട് അമർത്തി പരത്തിയിട്ടാണ് ഇതിൽ നമ്മൾ ആവിയിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇല എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ആവി കയറ്റി വേവിച്ചെടുക്കുന്ന രീതിയാണ് അടയുണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ടേസ്റ്റിനും കുറച്ച് ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് നല്ല കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കറുകല ഉപയോഗിക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കറുകല മരമുണ്ട്. അത് മണ്ണ് പൊട്ടിച്ച കുറച്ച് കറുകലയാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളൊരു അലുമിനിയം ചെമ്പിലേക്ക് വെള്ളം ഒഴിക്കണം. ഇതിലിടും കറുകല വെള്ളത്തിലിടും. എന്താ വെള്ളം നന്നായിട്ടൊന്ന് കഴുകില്ലേ. എന്നിട്ട് വെള്ളം തിളപ്പിക്കും. ഇതിൻ്റെ മേലെയാണ് നമ്മൾ തട്ട് വയ്ക്കുക. തട്ട് വെച്ചിട്ട് ഇതിലേക്ക് വയ്ക്കുക. അട ഞാൻ പൊരിത്തലട ഉണ്ടാക്കിയ രീതി നിങ്ങൾക്ക് ഞാനിവിടെ വിവരിക്കാം. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കുക. ആട്ട എടുക്കണം. ഇത് ഗോതമ്പിൻ്റെ ആട്ടയാണിത്. ഇത് ഒരു മറ്റേ അരിപ്പൊടിയുടെ അനുപാതത്തിൽ അത് കൊടുക്കുക. ആവശ്യത്തിനുള്ള അളവിൽ നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ അരിപ്പൊടിയും എടുക്കുക, ഗോതമ്പ് പൊടിയും എടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ 2 കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. അത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിക്കണം. അതിൽ പൊടിയിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ട് അതിനെ മിക്സ് ചെയ്ത് നല്ല പരുവത്തിലേക്ക് ആക്കണം. കുഴച്ച് പരുവപ്പെടുത്തിയ ശേഷം അത് കുറച്ച് സമയം അവിടെ തണുക്കാൻ വയ്ക്കുക. ആ നേരം നമുക്ക് വേറെയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പൊരിത്തലടയിലേക്കായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് എയർ ഫ്രയറിലിട്ടിട്ടാണ് അത് അതിനെ റോസ്റ്റാക്കി എടുക്കുന്നത്. എയർ ഫ്രയറിൽ 200 കിലോ വാട്ടിൽ 5 മിനിറ്റ് വെച്ചാണ് ഞാൻ അതിൻ്റെ ടൈമിംഗ് വെച്ചിരിക്കുന്നത്. റോസ്റ്റാക്കി എടുത്ത അണ്ടിപ്പരിപ്പും ബദാമും ഒരു ഉരുളയിലിട്ട് ഇടിച്ച് അതിനധികം പൊടിയാക്കാതെ അതെടുത്ത് പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കാം. 1 കിലോ ശർക്കര 1/2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് അതിനെ ഉരുക്കിയെടുക്കുക. ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ആ ശർക്കര പാനിയിൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഈ ചക്ക വെരുകിയത് ഇവിടെ ഇരിക്കുന്നുണ്ട്, അതും ചേർക്കും. അപ്പോൾ അതിലൂടെ നമ്മൾ കുറച്ച് ഏലക്കായയുടെ പൊടി ഇടണം. പൊടിയിട്ട് ഏലക്കായയുടെ പൊടി, നാളികേരക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് അതും കൂടിയിട്ട് നമ്മൾ ഈ ശർക്കര പാനിയിൽ ചേർക്കും. അപ്പോൾ ഇതിലൂടെ കൂടുതൽ പോഷക ഗുണം ഉണ്ടാകാനും രുചിക്കും കൂടിയിട്ട് 5-6 ചുള ഈന്തപ്പഴം ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇതിൽ കൂടെ ചേർക്കും. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചത് ഈ മിക്സിയിൽ കൂടെ ഇട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലൂടെ 1 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ല് കുത്തി ഉണ്ടാക്കിയിട്ടുള്ള അവലാണത്, നാടൻ അവല്. ആ അവലാണ് ചേർക്കുന്നത്. അവലിടുമ്പോൾ അവലിൻ്റെ മധുരം അതിൽ കൺട്രോളായി കിട്ടും. ഇനി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അവലിട്ടിട്ട് അതിനെ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കൂട്ടിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ അട എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ മാവ് കുഴച്ച് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കൈ കൊണ്ട് ചെറിയ ഉണ്ടയാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ആ മാവിൻ്റെ ഉണ്ട ഒരു ഇലയിൽ വെച്ചിട്ട് അതിനെ പതുക്കെ പരത്തിയെടുക്കണം. കുറച്ച് വെള്ളം കയ്യിൽ തൊട്ടിട്ട് അതിനെ അമർത്തി കൊടുക്കുക. അപ്പം അത് ഈക്വലായിട്ട് ഈവനായിട്ട് വരും എല്ലാ സൈഡിലേക്കും. ഇലയുടെ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കും ഇലയിൽ കനം കുറഞ്ഞായിട്ട്. അതിനാണ് വെള്ളം തൊടുന്നത് ഈ കുഴച്ച് വെച്ച മാവിൽ. ഇതിൽ അരിമാവും ഗോതമ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത് മറക്കണ്ട.
വേറെ അരിമാവ് മാത്രമായിട്ട് ചെയ്യും, ഗോതമ്പ് മാത്രമായിട്ട് ചെയ്യും. ഇനി 1 ടേബിൾ സ്പൂൺ മിശ്രിതം എടുത്ത് പരത്തിയ അടയിൽ വെച്ച് ഇല മടക്കുക. നമ്മൾ നേരത്തെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളത്തിൽ കുറച്ച് കറുകല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അടകൾ ഓരോന്നോരോന്നായിട്ട് അടക്കി വെക്കുക. വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കറുകലയുടെ ഇലയൊക്കെ ഇട്ട് തിളപ്പിച്ച് ആ ആവിയിലാണ് നമ്മുടെ ഈ അട വേവുക. ഈ അട വെന്തതാണിത്. അപ്പൊ നമ്മളിങ്ങനെ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കും. കണ്ടോ, ഇതാണ് അട. ചൂട്, ഭയങ്കര ചൂട്. കണ്ടോ, വെരി ഗുഡ്. ഭയങ്കര ചൂട്. ഇതാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ വിഭവമായ പൊരുത്തലട നിങ്ങളും ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. താങ്ക് യു. ചക്കയുണ്ട്, നാളികേരമുണ്ട്.